നെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നു. നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. ഔദ്യോഗിക ടിവിയിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, ലോകം പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയാണ് വരുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആദ്യമായി പുടിൻ വ്യക്തമാക്കുന്ന സാഹചര്യം. ഒരു അനുനയ ശ്രമം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? രേണുക, ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മധ്യേഷ്യയിൽ സമാധാനം പുലരുന്നതിനുള്ള സൂചനകൾ നൽകുന്നതാണ് പുടിന്റെ വാക്കുകൾ. പുടിൻ പറഞ്ഞിരിക്കുന്നത് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മധ്യസ്ഥം വഹിക്കുക ട്രംപ് ആണെങ്കിൽ ട്രംപുമായി സംസാരിക്കാൻ തയ്യാറാണ്. അതിന് മറ്റു നിബന്ധനകളൊന്നും തന്നെ പുടിൻ വെച്ചിട്ടില്ല. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. നേരത്തെ ഈ പുടിൻ അധികാരത്തിലേറിയ ഇതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പുടിൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് മരിച്ചത്. വലിയ പ്രതിരോധം, അതായത് റഷ്യ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പ്രതിരോധമാണ് യുക്രൈൻ റഷ്യക്ക് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, റഷ്യൻ സേനയുടെ 2 പ്രഗത്ഭരെയാണ് കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നത്. ഈ ഒരു കാരണങ്ങൾ കൂടി ഇതിന് പിന്നിൽ ഉണ്ടാകാം എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ട്രംപിന്റെ പ്രചരണ വേളയിൽ തനിക്ക് അധികാരത്തിലെത്തിയാൽ ഒരു ദിവസത്തിനകം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പുടിൻ ചൂണ്ടിക്കാട്ടുന്നത് യാതൊരു തരത്തിലുള്ള ഒരു ആശയവിനിമയവും ട്രംപുമായി ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ഇവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പുടിൻ പറയുകയും പക്ഷേ ഇങ്ങനെ ഒരു സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ട്രംപിന്റെ നേതൃത്വം അല്ലെങ്കിൽ ട്രംപിന് അവകാശപ്പെടാൻ പറ്റുന്ന, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് കടന്നു പോവുക സാധ്യമല്ല രേണുക. നേരത്തെ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രചാരണ വേളയിൽ താൻ ഒറ്റ ദിവസം കൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നതാണ് റഷ്യൻ പ്രസിഡന്റിന്റേത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തി എന്ന് സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആ വാർത്തകളൊന്നും തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ട്രംപിന്റെ മധ്യസ്ഥത്തിൽ ഇത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന സൂചനകൾ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് ഉയരുന്നത്. ഇതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും വെക്കുന്നില്ല. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. റഷ്യ എന്താണ് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ റഷ്യ എന്താണ് ലക്ഷ്യം കണ്ടിരുന്നത്, ആ ലക്ഷ്യം ഇപ്പോൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ നൽകുന്ന വാക്കുകളാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. റഷ്യക്ക് വലിയൊരു എതിരാളിയാകില്ല യുക്രൈൻ എന്നാണ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ കരുതിയിരുന്നത് എങ്കിൽ വലിയ പ്രതിരോധമാണ് യുക്രൈൻ സൃഷ്ടിച്ചിരുന്നത്. വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2 പ്രഗത്ഭർ, ആയുധ പരിശീലനം നൽകുന്ന ഒരാൾ, ഒപ്പം തന്നെ ലഫ്റ്റനന്റ് കേണൽ, ഇങ്ങനെ 2 പേരാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് മരിക്കുകയുണ്ടായത്. ഇവർ 2 പേരും തന്നെ പുടിന്റെ വിശ്വസ്തരുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പിന്മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്ന തരത്തിലുള്ള വാക്കുകൾ പുറത്തു വന്നത് എന്ന് പറയാം. നേരത്തെ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം തന്നെ ഇടപെട്ടിട്ടും ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പുടിൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കൂടെ നേതൃത്വത്തിലുള്ള അനുരണന ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരിക്കണം പുടിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം വന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാർഷിക ചോദ്യോത്തര വേളയിലാണ് ഇത്തരം ഒരു സാധ്യത പുടിൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ട്രംപിന്റെ മേൽക്കൈയിൽ ഇത്തരമൊരു
ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചും അത് വലിയ നേട്ടമായി മാറും. എന്തായാലും യുക്രൈൻ നടപടി കടുപ്പിക്കുകയും 2 പ്രമുഖ സേനാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുടിന്റെ ഇങ്ങനെയൊരു പരാമർശം വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.